എറണാകുളം സീപോർട്ട് എയർപോർട്ട് റോഡിന് സ്ഥലം വിട്ട് നൽകിയവരിൽ നിന്ന് നഷ്ടപരിഹാര തുക തിരിച്ചുപിടിക്കാനുള്ള റവന്യൂ ഉത്തരവിൽ പ്രതിഷേധം കനക്കുന്നു. അധികമായി ലഭിച്ച തുക ഒരു മാസത്തിനകം തിരികെ നൽകണമെന്ന് കാട്ടി 20ഓളം പേർക്കാണ് റവന്യൂ വകുപ്പ് നോട്ടീസ് നൽകിയത്. ആക്ഷൻ കൌൺസിൽ രൂപീകരിച്ച് നിയമ പോരാട്ടത്തിനൊരുങ്ങുകയാണ് ഭൂവുടമകൾ. 1894 നിയമപ്രകാരം ഭൂമി ഏറ്റെടുത്ത നഷ്ടപരിഹാരം ലഭിച്ചവർക്കാണ് ഒരു പതിറ്റാണ്ടിന് ശേഷം പണം തിരിച്ചടയ്ക്കാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് ലഭിച്ചിരിക്കുന്നത്. 11 ലക്ഷം വരെ തിരിച്ചടയ്ക്കേണ്ടവർ പട്ടികയിലുണ്ട്. 2013 പുതിയ നിയമത്തിൽ നഷ്ടപരിഹാരം കണക്കാക്കിയതിൽ വ്യത്യാസമുണ്ടെന്നാണ് ഔദ്യോഗിക വിശദീകരണം. സെന്റിന് 2,65,000 രൂപയാണ് ഞങ്ങൾക്ക് അന്ന് അനുവദിച്ചിരുന്നത്. അതിലിപ്പോൾ 31,000 സംതിങ് രൂപയാണ് തിരികെ സർക്കാരിലേക്ക് അടക്കാൻ പറഞ്ഞേക്കണം. ഒരു സെന്റിനുള്ള ഇതങ്ങനെ പറഞ്ഞേക്കണത്. കരിക്കാട്ട് പാടത്ത് ഏകദേശം അത്രയും തുക അനുവദിച്ചിട്ടില്ല. അവർ വീണ്ടും അന്ന് ഹൈക്കോടതിയെ സമീപിക്കുകയും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഒരു പരിഗണന കൊണ്ട് അവർക്ക് വീണ്ടും തുക 35,000 രൂപയോളം രണ്ടാമത് അവർക്ക് അനുവദിച്ച് കൊടുത്തു. പക്ഷേ നമ്മൾക്ക് അപ്പോഴും ഈ രണ്ടാമത് പൈസ കൂടുതലായിട്ട് തന്നിട്ടില്ല. അന്ന് തന്ന 2,65,000 രൂപയല്ലാണ്ട് വേറെ തുകയൊന്നും ഞങ്ങൾക്ക് അനുവദിച്ച് തന്നിട്ടുമില്ല. നടപടിക്രമങ്ങളിലെ സുതാര്യതയില്ലായ്മ, അപര്യാപ്തമായ നഷ്ടപരിഹാരം, പുനരധിവാസത്തിനുള്ള കുറഞ്ഞ വ്യവസ്ഥകളിൽ നിന്നിങ്ങനെ പഴയ നിയമത്തിലെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടിയാണ് പുതിയ നിയമം നിലവിൽ വന്നത്. എന്നാൽ ഉദ്യോഗസ്ഥതല കാലതാമസങ്ങളും നഷ്ടപരിഹാരത്തെ ചൊല്ലിയുള്ള തർക്കങ്ങളും ഇപ്പോഴും നിലനിൽക്കുന്നു എന്നതാണ് വസ്തുത. പ്രാഥമിക വിജ്ഞാപനത്തിന് പിന്നാലെ സാമൂഹിക ആഘാത പഠനങ്ങളും പൊതു ഹിയറിങ്ങുകളും നടത്തിയാണ് അന്തിമ പ്രഖ്യാപനവും നഷ്ടപരിഹാരവും നൽകുന്നത്. ഇത്രയേറെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിട്ടും ഇക്കാര്യത്തിൽ റവന്യൂ വകുപ്പിന് വീഴ്ച പറ്റിയെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. സർക്കാരിൻ്റെ നയപരമായ തീരുമാനമുണ്ടാകണമെന്ന ആവശ്യവും ശക്തമാണ്. കൊച്ചി തുറമുഖം മുതൽ നെടുമ്പാശ്ശേരി വിമാനത്താവളം വരെ 30 കിലോമീറ്റർ 4-വരി പാതയായാണ് സീപോർട്ട് എയർപോർട്ട് റോഡ് വിഭാവനം ചെയ്തിരിക്കുന്നത്. കളമശ്ശേരി മുതൽ ആലുവ കീഴ്മാട് വരെയുള്ള 4 വില്ലേജുകളിൽ നിന്നായി 500ഓളം പേരുടെ ഭൂമിയാണ് രണ്ടാം ഘട്ട വികസനത്തിനായി ഏറ്റെടുക്കുന്നത്. ഭൂമി ഏറ്റെടുത്ത പകുതിയോളം പേർക്ക് പണം നൽകിയെങ്കിലും റവന്യൂ വകുപ്പിന്റെ നീക്കം തുടർ നടപടികളെ ബാധിക്കുമോ എന്ന ആശങ്കയും നിലവിലുണ്ട്. കൊച്ചിയിൽ നിന്ന് സിജോ വർഗീസ്, മീഡിയ 1. സിജോ വർഗീസ് തന്നെ വാർത്തയുടെ വിശദമായ വിവരങ്ങളുമായി നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. സിജോ, ഈ കഴിഞ്ഞ റിപ്പോർട്ടിൽ സിജോ സൂചിപ്പിച്ചതുപോലെ 1894 നിയമപ്രകാരമാണ് ഇവർക്ക് നഷ്ടപരിഹാരം നൽകിയത്. പക്ഷേ 2013 നിയമപ്രകാരം അധിക തുക കൈപ്പറ്റിയെന്നാണ് റവന്യൂ വകുപ്പ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ഒരു പതിറ്റാണ്ടിന് ശേഷമുള്ള ഈ ഒരു റവന്യൂ വകുപ്പിന്റെ നീക്കത്തെ എങ്ങനെയാണ് നമ്മൾ കാണേണ്ടത്? അമൃത, അതുതന്നെയാണ് ഈ ഏറ്റവും വലിയൊരു പ്രശ്നമായി നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം 1894 നിയമപ്രകാരം ഭൂമി ഏറ്റെടുക്കുന്നു, അർഹമായ നഷ്ടപരിഹാരം നൽകുന്നു, ആ നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കുന്നു. അതിനുശേഷമാണ് ഒരു പതിറ്റാണ്ടിനിപ്പുറം വീണ്ടും ഇത്തരത്തിൽ ഇവർക്ക് നിങ്ങൾ കൈപ്പറ്റിയത് അധിക തുകയാണ്, അതിൽ അധിക തുക കൈപ്പറ്റിയിട്ടുണ്ട്, ആ തുക തിരികെ നൽകണമെന്നൊരു ആവശ്യമായി റവന്യൂ വകുപ്പ് നോട്ടീസ് നൽകുന്നത്. ഇതിൽ പ്രധാനമായിട്ടും ഒരു കാരണം, ഈ 1894 നിയമപ്രകാരം ഭൂമി ഏറ്റെടുക്കുമ്പോൾ അതിൽ ചില നിബന്ധനകൾ ഉണ്ടായിരുന്നു. ഇവർ വെച്ച ഒരു എഗ്രിമെന്റിൽ ചില നിബന്ധനകളുണ്ട്. അതിൽ 8ാമതായി പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾക്ക് ഏതെങ്കിലും കാലത്ത് ഈ ഭൂമിക്ക് ലഭിച്ച നഷ്ടപരിഹാര തുക അർഹമായിട്ടുള്ളതല്ല എന്ന് തോന്നിയാൽ നിങ്ങൾക്ക് തീർച്ചയായും കോടതി മുഖേനയോ അല്ലെങ്കിൽ സർക്കാരിന് നേരിട്ടോ സമീപിക്കാം. ആ തുക നിങ്ങൾക്ക് വാങ്ങിയെടുക്കാനുള്ള അവകാശം ഉണ്ടായിരിക്കും എന്നുള്ളൊരു ക്ലോസ് ഉണ്ടായിരുന്നു. അത് പ്രകാരം കൂടുതൽ തുക ആവശ്യപ്പെട്ട ആ ഭൂ ഉടമകൾക്കാണ് ഇത്തരത്തിൽ ഈ അധിക തുക കൈപ്പറ്റിയത് തിരികെ നൽകണമെന്ന ആ ഒരു പ്രശ്നം വന്നിരിക്കുന്നത്. അതായത് പിന്നീട് നടന്ന സർവേ നടപടികൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ അത് 2013 നിയമത്തിന്റെ പേരിലായിരുന്നു. അത് 2 നിയമങ്ങളിൽ ഉണ്ടായിരുന്നു. ആ 2 നിയമങ്ങളിലുള്ള ചില സാങ്കേതിക തടസ്സങ്ങളാണ് ഇത്തരത്തിൽ ഒരു നോട്ടീസ് അയക്കാനുള്ള നടപടികളിലേക്ക് റവന്യൂ വകുപ്പിലേക്ക് നയിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു ഔദ്യോഗിക വിശദീകരണം റവന്യൂ വകുപ്പ് തന്നിട്ടുണ്ട്. അതായത് ഈ പുതിയ നിയമപ്രകാരം ഉള്ള ആ നടപടികളുടെ ഭാഗമായി ഈ സ്ഥലത്തിന്റെ അടിസ്ഥാന വില കണക്ക് കൂട്ടുന്നതിലെ സാങ്കേതിക പ്രശ്നങ്ങൾ, അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു വീഴ്ചയായി സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിൽ നയപരമായ തീരുമാനം എടുക്കേണ്ടത് സർക്കാരാണ് എന്നുള്ളതാണ് ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു വിശദീകരണമായി തന്നിരിക്കുന്നത്. പക്ഷേ ഇത്തരത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസവും ഇവരുമായി ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ പറയുന്നത് ഇങ്ങനെ തുക തിരിച്ചടയ്ക്കേണ്ടി വരികയില്ല, അതുമായി ബന്ധപ്പെട്ട് ചില വീഴ്ച നൽകിയ വീഴ്ച അല്ലെങ്കിൽ പറ്റിയ വീഴ്ച അത് പുനഃപരിശോധിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഒരു ഉറപ്പ് ഇതുമായി ബന്ധപ്പെട്ട റവന്യൂ വകുപ്പ് നൽകുന്നില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇത്തരത്തിൽ തുക തിരിച്ചടയ്ക്കേണ്ടതില്ല എന്നുള്ള ഒരു ഉത്തരവ് ഇനിയും പുറത്തിറക്കേണ്ടിയിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലേക്ക് കടക്കേണ്ടിയിരിക്കുന്നു. സർക്കാരിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു ഇടപെടൽ, ഒരു വിശദീകരണക്കുറിപ്പ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായാലേ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കൂ. എന്തായാലും ഒരു പതിറ്റാണ്ടിന് മുമ്പ് പരിഹരിക്കപ്പെട്ട പ്രശ്നം അല്ലെങ്കിൽ ഭൂമി ഏറ്റെടുത്ത നഷ്ടപരിഹാരം നൽകിയവർക്കാണ് പിന്നീട് വീണ്ടും ഇപ്പോൾ നിങ്ങൾ കൈപ്പറ്റിയത് അധിക തുകയാണ്, അത് തിരിച്ചടയ്ക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഏതാണ്ട്
25,000 മുതൽ 11 ലക്ഷം രൂപ വരെ തിരിച്ചടയ്ക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ ഈ ഭൂ ഉടമകൾ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രതിഷേധം ശക്തമാക്കും. അവർ ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. കോടതിയെ സമീപിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ സർക്കാരിനെയും സമീപിക്കും. അമൃത. സിജോ വർഗീസാണ് വിവരങ്ങൾ നൽകിയത്.